ഇന്ന് നമ്മൾ കടച്ചക്ക ഉപ്പേരി ഉണ്ടാക്കുകയാണ്. കടച്ചക്ക കഴുകിയ കടച്ചക്ക് ഒരു കറ ഉണ്ടാവും, അതിന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. ഇനിയിപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു നുള്ളു കടുക്, ഇതാ കടച്ചക്ക നല്ലത് വേവാനുള്ള വെള്ളം മാത്രം. ചതച്ചിട്ട് അതിലിടാൻ നേരെയാക്കിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് അത് ചതക്കിയ വെച്ചാൽ നല്ലോണം അരയണ പോലെ ആവണം. എന്നിട്ട് കുറച്ച് മുളകും കൂടിയിട്ട് അതിൽ ചതയ്ക്കുമ്പോൾ അതിൽ കൂടി ഇടുക. എന്നിട്ട് വറവിലേക്ക് ഇതുകൊണ്ട് ഇട്ട് വേവാന്ന നേരത്ത് വറവിലേക്ക് ഇതാണ്ട് ഇടുക. എന്നിട്ട് നമുക്ക് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ചിക്കൻ മസാല ഇടുക, ഒരു ഇത്തിരി. എന്നിട്ട് ഇളക്കി കരിവേപ്പിലിട്ട് ഇറക്കി വെച്ചാൽ എത്ര ചോറ് വേണമെങ്കിലും ഉണ്ണാം, ആ ഉപ്പേരി കൂട്ടിയിട്ട്. കേട്ടോ, ഒരാഴ്ച മുന്നേ, അന്ന് ഇവളില്ല ഇവിടെ, ഒരാഴ്ച അല്ല, രണ്ടാഴ്ച മുന്നേ, രണ്ടാഴ്ച ഇപ്പോൾ വന്നിട്ട് 2 ആഴ്ച മുന്നേ അതേപോലെ ഒരു വീട്ടിൽ നിന്ന് ഒരു കടച്ചക്ക കിട്ടി, നമ്മുടെ നാടൻ കടച്ചക്ക. അത് ഞാൻ വെച്ചു. അത് നല്ല സ്വാദുണ്ടായിരുന്നു. പക്ഷെ ആ സ്വാദ് ഞാൻ പിന്നെ 2 തവണ കടച്ചക്ക വെച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. വെച്ച ആൾ നന്നായിട്ടും വെച്ചത് അത് നന്നായിട്ടും കാര്യമില്ല. നമ്മളെ സാധനങ്ങൾ നമുക്ക് നല്ലത് കിട്ടണം. ഇന്ന് ഒക്കെ വ്യാജല്ലേ എല്ലാതും. നമുക്ക് വിശ്വസിച്ചിട്ട് ഒരു ഭക്ഷണവും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നാട്ടിൻപുറത്തുണ്ടാവണമല്ല മുരിങ്ങടല, ഓമക്കായ, ചക്ക, മാങ്ങ, അതൊക്കെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. ആയി വെന്തിട്ടാ, വേവുണ്ട്. വെച്ചിട്ടുണ്ടാ എടുത്തിടട്ടോ. ഇതിൽ നന്നായി മിക്സ് ചെയ്യുക. ഉള്ളിയുടെയും മുളക് പൊടിയൊക്കെ ഇത് മസാല അതിൽ കടച്ചക്കയിൽ പിടിക്കാൻ വേണ്ടി നന്നായി ഇളക്കുക. ഇതൊന്നതിൽ മിക്സ് ആവട്ടെ. നല്ലോണം മിക്സായി. ഇനി കുറച്ച് ചിക്കൻ മസാല ഉണ്ടല്ലോ കേട്ടോ, ഒരു മണത്തിന് മാത്രം ഇട്ടാൽ മതി. എദ്ദള് ഇത് എന്താണ് മല്ലിച്ചപ്പ്, ഒരു ലേശം കറിവേപ്പില, അതൊന്നും അതിൽ കിടന്നിട്ട് അതിൻ്റെ ആവി കൊള്ളട്ടെ. ജോയിൻ്റെ ആ മണം, ആ മല്ലിൻ്റെ ഇലയുടെ മണം, കറിവേപ്പിലയുടെ മണം കൂടി ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് നാടൻ കടച്ചക്കയാണെങ്കിൽ നല്ല സ്വാദാവും. ഇത് നാടനല്ല, വരവാ. വെളിച്ചെണ്ണ ഒന്നുണ്ട് ഇതൊക്കെ. വെളിച്ചെണ്ണ അല്ലാതെ ഒഴിക്കില്ല ഇപ്പോൾ, നല്ല വില. അപ്പോൾ അത് റെഡിയായി. അപ്പം ഇനി നമ്മുടെ കുട്ടികളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ചോറിൽ കൂടെ ചോറുണ്ണ നല്ല കേട്ടോ.